പ്രപഞ്ചം മുഴുവനും മാൻ സെൻട്രിക് ആണ് എന്ന് മാൻ മനസ്സിലാക്കിയതുപോലെ മനുഷ്യനാണ് ഭൂമിയിലെ കേന്ദ്ര കഥാപാത്രം എന്നത് മനുഷ്യർക്കിടയിലുള്ള ഒരു ധാരണയാണ്. മനുഷ്യരോട് സംസാരിക്കുമ്പോൾ വേദങ്ങളും സംസാരിക്കുന്നതിൻ്റെ അഡ്രസ്സ് മനുഷ്യ സമൂഹമാണ് എന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ മനുഷ്യർ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ നിർവാഹമില്ല. കാരണം അത് മനുഷ്യന്റെ ഡിസ്ക്രിപ്ഷൻസ് ആണല്ലോ. പിന്നെ വേദങ്ങൾ മനുഷ്യനെയാണല്ലോ കാര്യമായി അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യനോടുള്ള വേദങ്ങളിൽ മനുഷ്യനാണല്ലോ അഡ്രസ്സ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, ഈ ലോകത്ത് മനുഷ്യർ വരുന്നതിന് മുമ്പ് ഒരുപാട് വേറെ സ്പീഷ്യസ് ഉണ്ടാകുന്നതിനോട് ഇസ്ലാമിൻ്റെ ഒരു ദാർശനിക തലം, ഫിലോസഫിക്കൽ ഇസ്ലാം എതിരാവുന്നില്ല. മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ രക്തം ചൊരിക്കുന്ന മറ്റൊരു വർഗം എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് മലക്കുകൾ. അപ്പോൾ ഒന്നുകിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കിയ മറ്റു രൂപങ്ങളിലുള്ള മനുഷ്യർ ഇവിടെ വന്നിരിക്കണം, അല്ലെങ്കിൽ ഭൂതവർഗം സമാനമായ കൃത്യം ചെയ്തിരിക്കണം. സ്വാഭാവികമായി ഭൂതവർഗം മനുഷ്യന് മുമ്പേ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങനെ അല്ലെങ്കിൽ ജനിതക പരിവർത്തനത്തിന് വിധേയരായ ഹോമോസാപ്പിയൻസിന്റെ മുമ്പുള്ള മറ്റു രൂപങ്ങളിലുള്ള മനുഷ്യരുണ്ടാകാം. ഇതിന്റെ ഉറവിടം അനന്തമായി പിറകിലേക്ക് പോയി ആ ഒരു തലത്തിലുള്ള എവല്യൂഷനെയാണ് നമ്മൾ എതിർക്കുന്നത്. ജനിതക പരിണാമത്തെ നമ്മൾ എതിർക്കേണ്ടതില്ല. ഉദാഹരണത്തിന് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ വലിപ്പം പരിചയപ്പെടുത്തുന്നത് 60 മുഴമുള്ള ഒരു മനുഷ്യനായിട്ടാണ്. 60 മുഴമുള്ള ഒരു മനുഷ്യന് സ്വാഭാവികമായി ഭൂമിയിൽ നിൽക്കണമെങ്കിൽ ഒരു 4 മുഴം, റാഷണലി ചിന്തിച്ച 4 മുഴം വീതി ഉണ്ടാകും. ഒരു മുറത്തിന്റെ വലിപ്പമുള്ള ചെവി ഉണ്ടാകണം. ഒരു കാമീറ്റർ വരുന്ന കണ്ണുണ്ടാവണം. ഒരു ചെറിയ മരത്തിന്റെ വലിപ്പം വരുന്ന കൈകാലുകൾ ഉണ്ടാവണം. അല്ലെങ്കിൽ അഭംഗിയാണ്. അഹ്സനത്തൊക്കെയും മനുഷ്യന്റെ രൂപമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആദം അലൈഹിസ്സലാം ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടാൽ നമ്മൾ മനുഷ്യൻ എന്ന് പോലും ഒരുപക്ഷെ വിളിക്കണമെന്നില്ല. അപ്പൊ അവിടെ വെച്ച് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈ രൂപവ്യതിയാനങ്ങൾ സംഭവിക്കുകയായിരുന്നു ഘട്ടങ്ങളിൽ മനുഷ്യന്. അപ്പോൾ അതിനു മുമ്പ് രൂപവ്യതിയാനമുള്ള വേറെ മനുഷ്യർ തന്നെ ഉണ്ടാകാം. ആ പ്രമാണങ്ങളോട് എതിരാവുന്നില്ല. ഒരു കാര്യം കൂടി ഇതിന് പറയാനുണ്ട്. അതായത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല കോസ്മോസ് നിലകൊള്ളുന്നത്. ഈ എൻ്റയർ കോസ്മോസ് മൊത്തം ഇസ്ലാമിനെ അംഗീകരിക്കുന്ന മുസ്ലിം സൊസൈറ്റിയാണ്. ചേതനവും അചേതനവുമായ മുസ്ലിം സൊസൈറ്റിയാണ്. ഇപ്പോൾ ഈ സ്പേസ് മുഴുവനും, സ്കൈ സ്പേസ് മുഴുവനും, ആകാശലോകങ്ങൾ മുഴുവനും വലത് നിന്ന് ആരംഭിച്ച് വലതിൽ അവസാനിക്കുന്ന പ്രദക്ഷിണം കാബയിൽ ചെയ്യുന്നത് പോലെ. അപ്പോൾ സ്വാഭാവികമായി സോളാർ സംവിധാനം മുതലുള്ള എല്ലാ സംവിധാനവും ഒരു ഭൂമിയിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്നത് പോലെയുള്ള പ്രദക്ഷിണമാണെങ്കിൽ ഖുർആൻ പറയുന്നത് പോലെ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുള്ളത് മുഴുവനും ആരാധനയിലാണ്, തസ്ബീഹിലാണ്. കുല്ലുൻ ഖദ് അലിമ സലാത്തഹു വ തസ്ബീഹഹു, അതിനൊക്കെ സലാത്തുണ്ട്, തസ്ബീഹുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ എൻ്റയർ കോസ്മോസ് മൊത്തം ഇസ്ലാം ആണല്ലോ. അപ്പോൾ പിന്നെ ഒരു വർഷത്തിന്റെ അവസാനത്തെ 2 സെക്കൻഡിൽ എത്തിപ്പെട്ട മനുഷ്യൻ മാത്രം ഇസ്ലാമിന്റെ കഥാപാത്രം എങ്ങനെയാവുന്നു, കേന്ദ്ര കഥാപാത്രമാവുന്നു? അല്ലെങ്കിൽ ഈ എൻ്റയർ കോസ്മോസിന്റെ ഒരു തവിടുപൊടി മാത്രമായ ഭൂമിയെ ആധാരമാക്കി എങ്ങനെ ഒരു ഇസ്ലാം വ്യവസ്ഥപ്പെടുന്നു എന്നൊക്കെ ചോദിക്കുന്നത് ഇത് ഇസ്ലാമിനെ കുറിച്ചുള്ള ചെറിയൊരു ധാരണയിൽ നിന്നാണ്. ഇസ്ലാമിക ഫിലോസഫി അനുസരിച്ച് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. മാസിവൽ ബാരി, ദൈവമല്ലാത്ത അള്ളാഹു അല്ലാത്ത എല്ലാം